ഇതാണ് രാഹുൽ ഗാന്ധി. അപ്രത്യക്ഷമായി മുന്നിൽ കണ്ട കുഞ്ഞുമാവയെ ലാളിച്ചും താലോലിച്ചും രാഹുൽ ഗാന്ധി. ആലപ്പുഴ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന്റെ മകളും മരുമകനും കൊച്ചുമക്കളുമാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽപ്പെട്ടത്. ആലപ്പുഴ MJ പാർക്കിൽ നിന്ന് ആഹാരശേഷം വിശ്രമത്തിനായി ആലപ്പുഴ റെസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ ഇവർ പെട്ടത്. സുരക്ഷാ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി റെസ്റ്റ് ഹൗസിലേക്ക് കുതിക്കുകയായിരുന്നു. വഴിയിലുള്ള റെയിൽവേ ക്രോസ് തീവണ്ടിക്ക് കടന്നു പോകുന്നതിനായി അടച്ചു. വാഹനത്തിനുള്ളിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ രാഹുൽ. കുറച്ച് അകലെയായി ഷാനിമോളുടെ ഭർത്താവ് ഉസ്മാനും മകൾ ആസിയ തമിയും മരുമകൻ ഷാനവാസും റോഡരികിൽ നിൽക്കുകയായിരുന്നു. രാഹുലിന്റെ പുറകിലെ വാഹനത്തിലുണ്ടായിരുന്ന ഷാനിമോൾ ഇറങ്ങി വന്ന വാഹനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ റോഡരികിലുള്ളത് തന്റെ കുടുംബമാണെന്ന് അറിയിച്ചു. ഇത് കേട്ടതോടെ രാഹുൽ വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി. നിലച്ചിരിക്കാതെയുള്ള രാഹുലിന്റെ പ്രവൃത്തിയിൽ SPGക്കാരും പെട്ടു. SPGക്കാർ അദ്ദേഹത്തിന് സുരക്ഷാ വലയം തീർത്ത ചുറ്റിനും കൂടി. പുറത്തിറങ്ങിയ രാഹുൽ ഷാനിമോളുടെ കുടുംബാംഗങ്ങളുമായി സൗഹൃദം പങ്കുവച്ചു. ഷാനിമോളുടെ മകളുടെ കുട്ടിയെ താലോലിക്കുകയും ചെയ്തു. വീണ്ടും കാറിൽ കയറി ഇരിക്കുന്നതിനിടയിൽ കുറച്ച് കുട്ടികളും രക്ഷിതാക്കളും അദ്ദേഹത്തിനരികിലൂടെ വന്നു. ഇവരെ കണ്ട രാഹുൽ വാഹനത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി. രാഹുൽ കുട്ടികളും മറ്റുമായി കൈകൊടുത്തും കളിച്ചിരികൾ പറഞ്ഞും സൗഹൃദം പങ്കിട്ടു. അതിലൊരു കുഞ്ഞുകുട്ടിക്ക് മുത്തവും നൽകി. ഇതാണ് രാഹുൽ ഗാന്ധി. എപ്പോഴും സാധാരണക്കാരനാവാൻ രാഹുൽ ശ്രമിക്കാറുമുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി. പലപ്പോഴും കൂടെ നിൽക്കുന്നവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് ആകും എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ രാഹുൽ ഗാന്ധി വന്നാൽ ഒന്നിച്ച് ഒരേ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഇവിടുത്തെ കോൺഗ്രസ് ഘടകങ്ങളും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കാൻ അവർ രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ചതും രാഹുൽ ഗാന്ധി ഇവിടെ എത്തി സ്ഥാനാർത്ഥിയായതും. പലപ്പോഴും അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും താനൊരു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെന്നോ കോൺഗ്രസിനെ നയിക്കേണ്ടതോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നോ ഒന്നുമുള്ള തോന്നലുകളില്ലാതെയാണ് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.